ഹലോ, സൗദാഗരീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യുന്നത് സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കാനുള്ള അടിപൊളി ടേസ്റ്റിൽ നമുക്ക് സാമ്പാർ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പം നമ്മളത് ഒരു അര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ടേ. ഇത് നമ്മളൊരു 8 പേർക്ക് കഴിക്കാവുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ നമ്മൾ ആ അര ഗ്ലാസ് പരിപ്പ് കഴുകി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അര ഗ്ലാസ് പരിപ്പിന് നമുക്ക് 2 ഗ്ലാസ് വെള്ളം. ഇത് കറക്റ്റ് പരുവായിരിക്കും കേട്ടോ. വെള്ളം വെന്ത് അടി പിടിക്കൊന്നുമില്ല. അതിലേക്ക് നമുക്കൊരു 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് LG കായമാണ്. ഈ കായം തന്നെ ചേർക്കണം. ഇത് ചേർത്താലേ സാമ്പാറിന് നല്ല രുചി കിട്ടുള്ളൂ. ഇതാ ഈ ഒരു കഷ്ണവും നമ്മൾ ഈ പരിപ്പിൻ്റെ ഒപ്പം ഇട്ടുക. പിന്നെ ഒരു 3 വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് ഇതൊരു ഫസ്റ്റ് വിസിൽ വന്നിട്ടൊന്ന് സിമ്മാക്കി ഇട്ട് കൊടുത്താൽ മതി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. കണ്ടില്ലേ, കറക്റ്റ് വെള്ളം അത് ഒരു അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പും ഉള്ളിയൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കായൊക്കെ വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 4 വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള വെണ്ടയ്ക്കയാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായ വെണ്ടയ്ക്ക തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചും മറിച്ചിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ സാമ്പാറിൽ ഫസ്റ്റ് തന്നെ ഇടില്ല, ലാസ്റ്റേ ഇടുള്ളൂ. പിന്നെ നമുക്ക് അതിലേക്ക് തന്നെ നമുക്ക് സാമ്പാറിന് വേണ്ട കാര്യങ്ങൾ വറുത്തെടുക്കാനുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 1.5 ടീസ്പൂണോളം ഉഴുന്നിട്ട് കൊടുക്കാം. ഞാൻ ഉഴുന്ന് കുറച്ചും കൂടി ഇട്ടിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചില്ല, അതേപോലത്തെ ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 5 ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നീട് നമുക്കൊരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം നമുക്കൊരു 3 സ്പൂണോളം നാളികേരം ചിരകിയതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് കേട്ടോ. ഇത് നമ്മൾ സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കേണ്ട. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം, അടിപൊളി സാമ്പാറാണ്. നമ്മുടെ മലപ്പുറം സാമ്പാറാണ്. അപ്പോൾ ഇത് തേങ്ങയ്ക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്കൊരു വലിയൊരു മുരിങ്ങക്കായ, അതേപോലെ ചെറിയ കഷ്ണം വെള്ളരിക്ക, അതേപോലെ ഒരു കഷ്ണം മത്തങ്ങ, പിന്നെ ഒരു തക്കാളി, അതുപോലെ ഒരു 1.5 കഷ്ണം ക്യാരറ്റും എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ച് നാളികേരം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വെന്ത പരിപ്പിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുത്തതിന് ശേഷം നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെക്കണം. നമുക്ക് ലാസ്റ്റ് പുളി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടാൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി വെള്ളം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതിയോളം വെന്തിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ വെയിറ്റ് ഒന്ന് ഊരി മാറ്റിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത്രയും പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുള്ളൂ കേട്ടോ. ഏകദേശം നമ്മുടെ സാമ്പാർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ആദ്യം പച്ചമുളക് ഇടാൻ മറന്നിരുന്നു. അപ്പോൾ ഞാനൊരു പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ഒന്ന് കട്ട് ചെയ്തതും വെണ്ടയ്ക്ക വഴറ്റിയത് നമ്മൾക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്കയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഇട്ട ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അത് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചാൽ മതിയാകും. പിന്നീട് നമുക്കിതിൽ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ മതി, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ വേണം. പിന്നീട് നമുക്കതിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല സാമ്പാറിന് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ കായത്തിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് അരച്ച് വെച്ച ആ അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ അത് ഒരുപാടങ്ങ് സാമ്പാർ കുറുകി പോയിട്ടുമില്ല, എന്നാൽ ലൂസായിട്ടുമില്ല. നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് സാമ്പാർ കിട്ടിയിട്ടുണ്ട്. നല്ല കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. സാമ്പാർ പൊടി ഉപയോഗിക്കുകയേ വേണ്ട. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിനുവേണ്ടി ഞാൻ ആ വെണ്ടയ്ക്ക വഴറ്റിയ ചീഞ്ചട്ടി തന്നെ ആട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടേക്ക് സാമ്പാറിൽ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇവിടെ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാത്ത. അതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ സാമ്പാറിന് ടേസ്റ്റ് കൂടും. അപ്പോൾ എനിക്ക് മധുരത്തിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയും ചെയ്ത് കൊടുക്കട്ടെ, അപ്പോഴും സാമ്പാറിന് ടേസ്റ്റ് കൂടും. പിന്നെ കടുക് പൊട്ടി നമുക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഉണ്ടാക്കിയ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്തവർ ഇങ്ങനെ നോക്കി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും പിന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. പിന്നെ നാളെയൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ പുതിയ വീഡിയോ ആയിട്ടൊക്കെ കാണാം. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് നിങ്ങൾ നേരെ ഞങ്ങളുടെ ചാനലിലോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും പോയി വേഗം കണ്ടോളൂ. ബൈ.